ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നരസിംഹദേവ് ഭഗവാൻ കീ. ഹരേ കൃഷ്ണ. എല്ലാവരും നല്ലോണം ഉറങ്ങി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പം ആരും ഉറങ്ങണ്ട. ഇന്നലെ നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ പോയി. ശരി, ഇന്ന് മംഗളാരത്തിക്ക് എത്ര പേര് പോയി? എല്ലാവരും പോയി. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി. ഫസ്റ്റ് എവിടെയാണ് പോയത് ഇന്നലെ? ഇന്നലെ എന്ത് ഡേ ആണ്? സൺഡേയാ? എത്ര പേർക്ക് ഈ ഡേ ടൈമൊക്കെ മറന്നു? കുറേ മറന്നു. ആധ്യാത്മികത്തിൻ്റെ ഒരു ഫലം ഇതാണ്. ഇപ്പോൾ നമ്മൾ വന്ന് ഒരു ദിവസമേ ആയുള്ളൂ. നമുക്ക് ഒരു ഡയറക്ഷനും ഡേറ്റും സമയം എല്ലാം മാറി. നമ്മളിവിടെ ഒരു മാസം താമസിച്ചാലോ, ഇന്ന് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഇന്ന് ആലോചിക്കേണ്ടി വരും. ആധ്യാത്മികതയിൽ വരുമ്പോൾ ഭൗതികമായ സ്വാധീനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതേ സമയം നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ തിങ്കളും ചൊവ്വയൊക്കെ മറക്കുമോ? ഒരിക്കലും മറക്കില്ല. ഇപ്പം ഇന്നലെ എവിടെയൊക്കെ പോയി നമ്മൾ? ഓർമ്മയുണ്ടാ? അത് മറന്ന? ഫസ്റ്റ് യോഗപീഠം പോയി, ശ്രീവാസംഗൻ പോയി, ജഗന്നാഥ് ടെമ്പിൾ പോയി, വൈകിട്ട് സോനാർ ഗൗരംഗ. ഏതാണ് നിങ്ങളെ കൂടുതൽ സ്പർശിച്ച സ്ഥലം ഇന്നലെ? ശ്രീവാസംഗൻ. ഓക്കെ, ശരി. ഇപ്പം നമ്മൾ ഇനിയൊരു ദ്വീപിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ 2 ദ്വീപ് സ്പർശിച്ചു. സീമന്തി ദ്വീപ്, അതായത് ഇന്നലെ നമ്മൾ രാജാപൂർ പോയില്ലേ? അവിടെ ബാക്കിൽ പാർവതി ദേവി ക്ഷേത്രം എല്ലാവരും പോയി കണ്ടോ? എല്ലാവരും പോയല്ലോ, റൈറ്റ്. സീമന്ത ദ്വീപ് എന്നാണ് പേര്. സീമന്തം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഈ നെറ്റിയിൽ കുങ്കുമം ഇടില്ലേ? ഇതിനെയാണ് മാരേജ് ആയില്ല, ഔട്ട് ഓഫ് ഫാഷനാണ്. എനിവേ, മലയാളികൾക്കത് ബാധകമല്ല. ഇവിടെയൊക്കെ ചിലത് നിർബന്ധമാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ശംഖ് വള, കോൺഷെല്ല് വളയുണ്ടാക്കും. ആർക്കാണോ നമ്മൾ ഗുഞ്ചാമാലയും ശംഖും ദാനം ചെയ്യുന്നത്, ആ ബന്ധം ശാശ്വതമായിരിക്കും. ഗുഞ്ചാമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മഞ്ചാടിക്കുരു ഇല്ലേ? ഈ മഞ്ചാടിക്കുരുയുടെ ഒരു ബന്ധുവാണ് ഈ ഗുഞ്ചാമാല. പകുതി ചുവപ്പും പകുതി കറുപ്പുമായിരിക്കും. മഞ്ചാടി ഉണ്ണിക്കുരുവ, അതായത് മഞ്ചാടി ഫുൾ റെഡ് അല്ലേ? ഇതിൽ പകുതി റെഡും പകുതി ബ്ലാക്കും. അത് നാട്ടിലെന്താ പറയുക?
ഇതിനെയാണ് ഇവിടെ കൃഷ്ണ ഭഗവാന് വളരെ ഇഷ്ടം എന്നാ പറയുക അതിനെ. ഗുഞ്ചാ ബീഡ്സ്, ഇവിടെ പറയുന്നത് ഗുഞ്ചാമാല എന്ന് പറയും, നമ്മൾ കുന്നിക്കുരു എന്ന് പറയും അല്ലേ. ആരാണോ ആ കുന്നിക്കുരു ഗുഞ്ചാ ബീഡും ശംഖും കൊടുക്കുന്നത്, ആ ബന്ധം നമുക്ക് ശാശ്വതമായിരിക്കും എന്നാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഗദാധർ പണ്ഡിറ്റിന് ഗദാധർ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭുവിന് ഗുഞ്ചാബീഡും ശംഖും കൊടുത്തു. ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഇവരെന്ത് ചെയ്യും വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, ശംഖും പിന്നെന്താണ് ഗുഞ്ചാമാല. അപ്പോൾ ഇവിടെ ബംഗാളിൽ ഒറീസയിൽ ഈവൻ ശിവപാർവതി എല്ലാവരും ഇവിടെ വിവാഹം കഴിഞ്ഞോണ്ട് എന്ത് വളയിടും, ശംഖ് കൊണ്ടുള്ള വളയിട്ട് കൊടുക്കും. ആ ബന്ധം ശാശ്വതമായി ഇനി ഒരിക്കൽ ജനിച്ചാലും ഞങ്ങൾ ഭാര്യ ഭർത്താവായിരിക്കണം എന്ന് ആഗ്രഹിച്ചു കൊടുക്കുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ടായിരിക്കും മലയാളികൾ വേണ്ട എന്ന് വെച്ചത്. ആർക്കെങ്കിലും ശംഖ് വളയുണ്ടോ? കാണാനില്ലല്ലോ. വീട്ടിൽ വെച്ച് അല്ല, വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ശരി, അപ്പോൾ ഇത് ഇവിടെ ദാനം ചെയ്യും. ആ ബന്ധം ശാശ്വതമായി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം മഹാദേവൻ തൻ്റെ പകുതി പാർവതിക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരൻ എന്ന് പേര്. പ്രഭുക്കന്മാരൊക്കെ പകുതി കൊടുത്തോ? അല്ല, മുഴുവനും കൊടുത്തോ? മുഴുവനും. അർദ്ധനാരീശ്വരൻ. പക്ഷേ നാമസങ്കീർത്തനം, ഗൗരംഗ കഥ ഇതൊക്കെ വന്നപ്പോൾ മഹാദേവൻ അങ്ങ് ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ പോയി. നമ്മൾ ഇന്നലെ പോയ ദ്വീപ് മഹാദേവൻ്റെ ദ്വീപാണ്, സീമന്ത ദ്വീപ്. അവിടെ ഒരു കുഞ്ഞു മഹാദേവ ക്ഷേത്രം കണ്ടോ? ജഗന്നാഥ് സ്വാമിയുടെ ഇപ്പുറത്ത് മഹാദേവൻ്റെ സ്ഥലമാണ്. മഹാദേവൻ പാർവതിയെടുത്ത് പറയാതെ രഹസ്യമായി ഈ സീമന്ത ദ്വീപിൽ വന്നിട്ട് ഇങ്ങനെ മഹാപ്രഭുയുടെ കഥകളും പറഞ്ഞ് ആസ്വദിക്കുകയാണ്. ഒരു തവണ പാർവതി ഭുവനേശ്വരി മഹാദേവൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നത്? അധികം ആരെടുത്തും സംസാരിക്കില്ല. ഏകാത്മ നിരഞ്ജൻ. നിരഞ്ജൻ എന്നൊരു പേരുണ്ട്. ആർക്ക്? ശിവന് നിരഞ്ജൻ നല്ല ഒരു പേരാണ്. നിരഞ്ജൻ, നിരഞ്ജന, നിരഞ്ജൻ. നിരഞ്ജൻ എന്ന് വെച്ചാൽ നിറഞ്ഞ ഒരു ഹൃദയം, ആരുടെയും ആവശ്യമില്ല സന്തോഷത്തിന്. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് സന്തോഷം വേണമെങ്കിൽ ഒരു കൂട്ട് വേണം. ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പറ്റുമോ നമുക്ക്? പക്ഷേ ആത്മാരാമന്മാർ, നിരഞ്ജൻ, ആത്മീകമായി ഉയർന്നവർക്ക് ഇനിയൊരാളുടെ സഹായം വേണ്ട. അവർ ഒറ്റയ്ക്ക് തന്നെ സന്തോഷമായിരിക്കും. മഹാദേവൻ അങ്ങനത്തെ ഒരാളാണ്. ആരുടെ ആവശ്യമില്ല, ഒറ്റയ്ക്കിരുന്ന് ആത്മീക കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചിന്തിച്ച് ആനന്ദം അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മഹാപ്രഭുയുടെ സ്ഥലമാണിത് നവദ്വീപ് എന്ന് മനസ്സിലാക്കിയിട്ട് രഹസ്യമായി മഹാദേവൻ അവിടെ വന്ന് എന്ത് ചെയ്യുന്നു? ഈ ലീലകളെല്ലാം ധ്യാനിച്ച് സന്തോഷവാനായിരിക്കുന്നു. ഇത് പാർവതി അറിഞ്ഞു. അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പേരാണ്. പക്ഷെ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ ഒറ്റയ്ക്ക് തിന്നോളും, എന്തുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തോളും. അതുകൊണ്ട് അവിടെ പാർവതി ദേവി വന്നിട്ട് എന്ത് ചെയ്തു? തപസ്യ ഇരുന്നു. എനിക്കും ഈ ഗൗരലീല പൂർണ്ണമായി മനസ്സിലാവണം എന്ന് തപസ്യ ഇരുന്ന് മഹാപ്രഭു പ്രത്യക്ഷമായി പാർവതിക്ക് സിന്ദൂരം കൊടുത്തു. അതാണ് ആ ക്ഷേത്രം ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, സീമന്ത ദ്വീപ്. അപ്പോൾ ഇങ്ങനെ ദേവഗണങ്ങൾ വരെ ഇവിടെ വന്ന് മഹാദേവനെ ധ്യാനിച്ച സ്ഥലമാണ് ഈ നവദ്വീപ്. ചൈതന്യ മഹാപ്രഭു കീ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഉറക്കാണോ? ഇല്ല. അപ്പോൾ 10, അതായത് ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണാനേ സാധിക്കില്ല. ദശാവതാരത്തിലില്ലാത്ത ഒരു 5 അവതാരം പറയൂ. എന്താ പേര്? പേരും അറിയില്ല. നിന്റെ പേര്? നിവേദ.
വസുദേവ്. വസുദേവ് ഈ രണ്ട് വരയുടെ അർത്ഥം എന്താണ്? അത് മതി. ശരി. ദശാവതാരത്തിൽ ഇല്ലാതെ ഒരു 5-6 അവതാരങ്ങളുടെ പേര് പറയും. ഹയഗ്രീവ, കപില, അജിത, എന്താ പറഞ്ഞ? യജ്ഞ. തിരുപ്പതിയോ? അല്ല, അവതാരങ്ങൾ അതെല്ലാം വിഗ്രഹം, ഭഗവാൻ ലീല. ഞാൻ ചോദിച്ചു കുറേ ദേവിമാരുടെ പേര് പറയാൻ പറഞ്ഞു. ഒരാൾ ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, മഹാലക്ഷ്മി. അങ്ങനെയല്ല, അവതാരങ്ങളാണ്. ഇപ്പൊ 3 ആയുള്ളൂ, 4 ആയുള്ളൂ. പൃഥു, പിന്നെ ഋഷഭദേവ്. ഓക്കെ. ചൈതന്യ മഹാപ്രഭു അവതാരമല്ല, അതിൻ്റെയും ഉപരി. സോ നമ്മൾ ആലോചിച്ചാൽ ഒരു 5-6 എണ്ണക്കേ കിട്ടൂ. പക്ഷെ ഭഗവാന് തിരമാലകൾ പോലെ എണ്ണാൻ സാധിക്കാത്തത്രയും അവതാരങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇതിൽ ജയദേവ കവികൾ ലിസ്റ്റ് ഉണ്ടാക്കിയത് 10 എണ്ണം. ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ബലരാമ, ശ്രീരാമ, പിന്നെ തെറ്റിച്ചാൽ ഐസ്ക്രീം മേടിച്ചായിരുന്നു എല്ലാവർക്കും. കൃഷ്ണനില്ല, ബുദ്ധ, കൽക്കി. ജയദേവ കവികൾ ലിസ്റ്റിൽ കൃഷ്ണനെ ചേർത്തില്ല, ബുദ്ധനെയാണ് ചേർത്തത്. കേശവധൃത ബുദ്ധശരീര ജയ ജഗദീശ. കൃഷ്ണനില്ല ലിസ്റ്റിൽ. ഈ ദശാവതാര സ്തോത്രം എഴുതിയതാരാ? ജയദേവ കവികൾ. അദ്ദേഹം ലിസ്റ്റിൽ ആരെ പേരായിട്ടത്? ബുദ്ധൻ്റെ പേരായിട്ടത്. പിന്നെ ആ ദശാവതാര സ്തോത്രം കാസർഗോഡ് വഴി കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറത്തൊക്കെ വന്നപ്പോൾ എന്തായി? ബുദ്ധനെ മാറ്റിയിട്ട് ആൾക്കാരെന്താക്കി? കൃഷ്ണൻ. ഒറിജിനലില് ബുദ്ധനേ ഉള്ളൂ, കൃഷ്ണനില്ല. കൃഷ്ണ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപൻ, അവതാരങ്ങൾക്കും ഉപരിയാണ് അദ്ദേഹം. നരസിംഹം, രാമനെല്ലാം പൂർണ്ണ അവതാരമാകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണ ഉത്തമൻ എന്നാ പറയുന്നത്. ആ കൃഷ്ണ ഭഗവാനാണ് നരസിംഹമൂർത്തിയായി വന്നത്, ചൈതന്യ മഹാപ്രഭുവായി വന്നത്. ശരി, 10 എല്ലാവരും മനസ്സിലാക്കി. മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹം, വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ബുദ്ധ, കൽക്കി. ഇതിൽ ആദ്യത്തെ 5 ഭൂമിയിലല്ല അവതരിച്ചത്, രണ്ടാമത്തെ 5 ഭൂമിയിൽ അവതരിച്ചത്. മത്സ്യമൂർത്തി ഭൂമിയിലല്ല, വരാഹം ഭൂമിയിലല്ല അവതരിച്ചത്. അത് കഴിഞ്ഞാൽ കൂർമ്മം ഭൂമിയിലല്ല, നരസിംഹം ഭൂമിയിലല്ല, വാമണൻ. ഈ ആദ്യത്തെ 5 അവതാരവും ഭൂമിയിൽ അല്ല അവതരിച്ചത്. ക്ലിയറായോ? മനസ്സിലായില്ലേ? കാരണം വരാഹം ഗർഭസമുദ്രത്തിൽ പോയാണ് ഭൂമിയെ തൂക്കിക്കൊണ്ടുവന്നത്. അപ്പം എങ്ങനെ ഭൂമിയിൽ അവതരിക്കും? കൂർമ്മം 14 ലോകത്തിൻ്റെയും അടിയിലാണ് ഇരുന്നത്. ഈ 5 അവതാരങ്ങളും ഭൂമിയിൽ അല്ല അവതരിച്ചത്. ക്ലിയറായോ? അത് കാരണം ദേവന്മാർക്ക് പോലും ഇവരെ 5 പേരെയും കാണാൻ പറ്റില്ല. 5 പേര്? മത്സ്യാവതാരം കാണാൻ പറ്റില്ല, കൂർമ്മം, വരാഹം, നരസിംഹം, വാമണം. ദേവഗണങ്ങൾക്ക് പോലും ഈ 5 അവതാരങ്ങളെ കാണാൻ സാധിക്കില്ല. അപ്പോഴാണ് ഇന്നും ഇന്നലെയല്ല, സത്യയുഗത്തിൽ. ഇതേത് യുഗമാണ്? കലിയുഗത്തിൻ്റെ മുമ്പേ ദ്വാപരയുഗം, അതിനു മുമ്പേ സത്യയുഗത്തിൽ പെട്ടെന്ന് ഒരു ന്യൂസ് കിട്ടി. ദേവലോകത്തിൽ രഹസ്യമായി മഹാപ്രഭു നവദ്വീപിൽ വന്നിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് കൈ കഴുകാൻ വന്നു. ആര് കൈ കഴുകാൻ? നല്ല കഥയായി. ആര് കൈ കഴുകാൻ വന്നു? മഹാപ്രഭുവാ പോയി. നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ കൊന്നിട്ട് ആ ചോര പടിഞ്ഞ കൈകൾ കഴുകാനായിട്ട്
എവിടെയോ ഭൂമണ്ഡലത്തിൽ ഒരു ഗ്രഹം ഭൂമി, ആ ഭൂമിയിലൊരു ഗംഗാതീരം, അവിടെ ആരും അറിയാതെ ഒളിച്ചു വന്ന് കൈ കഴുകാനായിട്ട് വന്നു എന്നുള്ളത് ദേവഗണങ്ങൾ അറിഞ്ഞു. അതായത് നമ്മുടെ സമൂഹത്തിൽ ഈ ഗോസിപ്പിംഗ് ആൾക്കാർ ഉണ്ടാവില്ലേ? മസ്കറ്റിലുണ്ടോ? ധാരാളം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഗോസിപ്പിങ്ങിന് മലയാളത്തിൽ എന്ത് പറയും? നുണ പറയാ, പരദൂഷണം. അതിലൊരു വലിയ ഇൻട്രസ്റ്റാണ്. അതായത് നമ്മുടെ ഉള്ളിലും ഒരു രാക്ഷസനുണ്ട്. മറ്റുള്ളവരുടെ പരാജയം ആസ്വദിക്കുന്ന ഒരു രാക്ഷസൻ. ഇപ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന ജോലി ചെയ്യുന്ന ആൾ പ്രൊമോഷൻ കിട്ടി മേലെ 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 പോയെന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ചെറിയ നീരസം ഉണ്ടാവോ ഇല്ലേ? ഉണ്ടാകും. അതേ അയാൾക്ക് 2 വഴക്ക് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഇല്ലേ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പുറത്ത് വീട്ടിൽ ഒരാൾക്ക് ബാങ്ക് മാനേജർ പ്രൊമോഷൻ ജോബ് കിട്ടി, തൊട്ടടുത്ത വീട്ടിൽ. ഇപ്പുറത്തെ വീട്ടിൽ ഒരു പെൺകുട്ടി ആരുടെയോ കൂടെ ഓടിപ്പോയി. ഏത് ന്യൂസായിരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യുക? ഓടിപ്പോയത് അല്ലേ? അയാൾ മാനേജറായ എന്താ, ആർക്കെന്താ? നമുക്ക് വിഷയം ഏതാണ്? ഓടിപ്പോയത്. അതുമാത്രമല്ല, നമ്മൾ അങ്ങോട്ട് ഇറങ്ങും. ഇതെനിക്ക് പണ്ടേ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ ഇറങ്ങും. നമ്മുടെ ഉള്ളിലും ഒരു രാക്ഷസൻ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. മറ്റുള്ളവരുടെ വിജയത്തിനെ ആഘോഷിക്കുന്നതിനേക്കാളും മറ്റുള്ളവരുടെ പരാജയം ആഘോഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതേപോലെ ദേവന്മാരുടെ ഇടയ്ക്കും ഒരു ഗോസിപ്പറുണ്ട്. എല്ലാ ന്യൂസും അങ്ങ് ആദ്യം എത്തിക്കും ദേവഗണങ്ങളുടെ. ആരാണ്? നാരദ മഹർഷി. ആരെടുത്തിരുന്ന് രഹസ്യം വേണമെങ്കിലും ഒളിപ്പിക്കാം. ആരെടുത്തുനിന്ന് ഒളിപ്പിക്കാൻ പറ്റില്ല. നാരദ മഹർഷി ചെന്ന് എത്തിച്ചു. നരസിംഹമൂർത്തി തീരുമാനിച്ചതേ ഉള്ളൂ, ഭൂമിയിൽ ഭൂമണ്ഡലത്തിൽ ഗംഗയുടെ കരയിൽ ചെന്നിട്ട് ഒരു സ്ഥലത്ത്, അത് മഹാപവിത്രമായ സ്ഥലം, നവദ്വീപ് എന്ന പേര്, കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു അവതരിക്കും. അവിടെ ചെന്ന് സത്യയുഗത്തിൽ നരസിംഹമൂർത്തി ഒന്ന് കൈ കഴുകാന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ന്യൂസ് അവിടെ എത്തി. ആരെത്തിച്ചു? നാരദ മഹർഷി. നരസിംഹമൂർത്തി വരുന്നതിന് മുമ്പേ ഇവിടെ ബ്രഹ്മ, ഇന്ദ്ര, സൂര്യ, ചന്ദ്ര എല്ലാവരും ചുറ്റിയും വന്ന് വീടും വെച്ചങ്ങിയിരുന്നു. കാരണം ദേവഗണങ്ങൾക്ക് പോലും ആരെ കാണാൻ പറ്റില്ല? ഈ ആദ്യത്തെ 5 അവതാരങ്ങളെ കാണാൻ പറ്റില്ല. ബാക്കി 5ഉം ഭൂമിയിൽ അവതരിച്ചത്. ശ്രീരാമചന്ദ്രമൂർത്തി അയോധ്യയിലും, അവരൊക്കെ പരശുരാമൻ ഹംപിയിലും ഒക്കെ അവതരിച്ചു. അപ്പോൾ നരസിംഹമൂർത്തി ഇവിടെ കൈ കഴുകാൻ വന്ന സമയത്ത് ദേവഗണങ്ങളെല്ലാം വന്ന് വലിയ യജ്ഞഹോമാദികൾ, ഇവിടെ വീടൊക്കെ വെച്ച് താമസമായി. അതുകൊണ്ട് ഈ ഗ്രാമത്തിന് ദേവപള്ളി എന്നാണ് പേര്. ദേവഗ്രാമം. പള്ളി എന്ന് വയ്ക്കുമ്പോൾ ഇവരുടെ ഭാഷയിൽ ഗ്രാമം. കർണാടകക്കാരെങ്കിലും ഉണ്ടോ? കന്നഡിക ആരുമില്ല. കർണാടകത്തിൽ ഇപ്പോഴും ഹള്ളി എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഹള്ളി എന്ന് പറഞ്ഞാൽ ഗ്രാമം. നമ്മൾ പാ യൂസ് ചെയ്ത് അവർ ഹാ യൂസ് ചെയ്യും. കേരളത്തിൽ പാലെന്ന് പറഞ്ഞാൽ കർണാടകയിൽ ഹാലു, കേരളത്തിൽ പൂവ്, കർണാടകത്തിൽ പൂവ്, എല്ലാം ഹായാക്കും. അപ്പോൾ പള്ളി, ഹള്ളി, ഗ്രാമം. ഇവിടെ ദേവഗണങ്ങൾ വന്ന് എല്ലാം ഗ്രാമം ഉണ്ടാക്കി മഹായാഗം. 33 കോടി ദേവന്മാരും ഇവിടെ നിന്ന് യാഗം നടത്താം. ആരിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്? നരസിംഹമൂർത്തി. അവർ യജ്ഞം ചെയ്ത തീർത്ഥമാണ് അവിടെ കാണുന്നത്. നരസിംഹമൂർത്തി ഇവിടെ പ്രത്യക്ഷമായി. അപ്പം ബ്രഹ്മാവ് ചോദിച്ചു, അപൂർവത്തിലും അപൂർവമായ രൂപമാണ് ഇത്, എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ ജനങ്ങൾക്ക് അനുഗ്രഹമുണ്ടാവണമെന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഇവിടെ നരസിംഹമൂർത്തി ശാശ്വതമായി വലിയ ഇതില്ലാതെ ഒളിച്ച് ഇവിടെ നരസിംഹപ്പള്ളി, നരസിംഹഗ്രാമം ഇവിടെ പ്രതിഷ്ഠ. ഈ വിഗ്രഹം ഏത് കാലത്താണെന്നുള്ളത് പോലും ആർക്കും അറിയില്ല. സത്യയുഗം തൊട്ട് ബ്രഹ്മാവും നാരദ മഹർഷിയൊക്കെ പ്രാർത്ഥിച്ച വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ചൈതന്യ മഹാപ്രഭുയുടെ കാലത്ത് മഹാപ്രഭു ഇവിടെ വന്ന് ആനന്ദ നൃത്തം ചെയ്ത സ്ഥലമാണ്. നരസിംഹദേവ് ഭഗവാൻ കീ.
ഹരേ കൃഷ്ണ. അപ്പം നമ്മളിവിടെ ഇരുന്ന് ഒരു മാല ജപിക്കുന്നു. അമ്പലം ലേറ്റായിട്ടേ തുറക്കുള്ളൂ, പക്ഷേ നമുക്ക് ചെറുതായിട്ട് ദർശനം എടുക്കാൻ പറ്റും. ഒരു 10 പേരായിട്ട് പോയി ദർശനം എടുക്കുക. അങ്ങനെ നമ്മൾ തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോവുക. ഗൗരംഗ മഹാപ്രഭു കീ.